ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ പേജ് നമ്പർ 98 മുതലുള്ള ആക്ടിവിറ്റീസാണ് നോക്കുന്നത്. ആക്ടിവിറ്റി 3. ലുക്ക് അറ്റ് ദ സെൻറ്റൻസസ് ഗിവൻ ബിലോ ആൻഡ് നോട്ട് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദം. ഇവിടെ 2 സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. ആ 2 സെൻറ്റൻസ് തമ്മിലുള്ള ഡിഫറൻസസ് നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ്? ദ എലിഫൻറ്റ് പുൾഡ് ദി റോഡ് എൻജിൻ എന്നാണ് ഫസ്റ്റ് സെൻറ്റൻസ്. അപ്പോൾ ഒരു സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിച്ചോളൂ. മെയിൻ എക്സാമിനൊക്കെ വരുന്ന, അല്ലെങ്കിൽ അടുത്ത ക്രിസ്മസ് എക്സാമിനൊക്കെ ചോദിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു വേർബ് ഉണ്ടാവും, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ വീഡിയോ ഓഫ് ചെയ്ത് പോകുന്ന എനിക്കറിയാം, ഓഫ് ചെയ്ത് പോകരുത്, ഇവിടെ ശ്രദ്ധിക്കാം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ്. വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത പ്രവൃത്തി. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവൃത്തിയുടെ റിസൾട്ട് വേറൊരാളായിരിക്കും അനുഭവിക്കുക, അതാണ് ഒബ്ജക്റ്റ്. ആളല്ല, ഇപ്പോൾ എന്ത് വേണമെങ്കിലും ആവാം, ഒരാൾ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ടീച്ചർ ഒരു കുട്ടിയെ തല്ലി, ഇതോർക്കാം. ഒരു ടീച്ചർ കുട്ടിയെ തല്ലി. ഇവിടെ പ്രവൃത്തി ചെയ്തതാരാണ്? തല്ലുക എന്നുള്ള പ്രവൃത്തി ചെയ്തതാരാണ്? ടീച്ചറാണ്. ചെയ്ത പ്രവൃത്തി എന്താണ്? തല്ലി. ഓക്കെ, ആരാണ് ഈ തല്ല് കൊണ്ടത്? ഒരു കുട്ടി. ആ കുട്ടിയാണ് ഒബ്ജക്റ്റ്. ഇങ്ങനെയാണ് കണക്ട് ചെയ്ത് ആലോചിക്കേണ്ടത്. ചെയ്ത പ്രവൃത്തി ചെയ്ത ആളിനെ സബ്ജക്റ്റ് എന്നും പ്രവൃത്തിയെ വേർബ് എന്നും, അതായത് തല്ലുക എന്നുള്ളതാണ് ഇവിടെ പ്രവൃത്തി, അതാണ് വേർബ്. അതിൻ്റെ റിസൾട്ട് അനുഭവിച്ചത് കുട്ടിയാണ്, സോ കുട്ടിയാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അങ്ങനെ നിങ്ങളൊന്ന് ഓർക്കാം, സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. സാധാരണ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് ആദ്യം വരും, രണ്ടാമത് വേർബ് വരും, മൂന്നാമത് ഒബ്ജക്റ്റ് വരും. ഇതാണ് ഒരു ഓർഡർ. ഇതാണ് ആക്റ്റീവ് വോയിസിൽ ഒരു സെൻറ്റൻസ് എഴുതിയാലും ഇത് തന്നെയാണ് ഓർഡർ. പാസീവ് വോയിസ് ആകുമ്പോൾ നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞില്ലേ, അതായത് ഈ സെൻറ്റൻസിൽ അവസാനം കിടക്കുന്ന ആളുടെ ആ ഒരു വാക്ക്, ആ വാക്ക് ആദ്യമായിട്ട് വരും. അതായത് ആക്റ്റീവ് വോയിസിൽ ലാസ്റ്റ് കിടക്കുന്ന വാക്കായിരിക്കും പാസീവ് വോയിസിൽ ആദ്യമായിട്ട് നമ്മൾ എഴുതുക. ആദ്യം പാസീവ് വോയിസ് സെൻറ്റൻസ് എഴുതുമ്പോൾ ആദ്യം എഴുതുന്നത് ആക്റ്റീവ് വോയിസിൽ എഴുതിയ അവസാനത്തെ വാക്ക്, ആ ഒരു സെൻറ്റൻസിൽ എഴുതിയിരിക്കുന്ന അവസാനത്തെ വാക്കായിരിക്കും പാസീവ് വോയിസിൽ ആദ്യത്തെ വാക്കായിട്ട് വരാം. ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് ആയിരുന്ന ആൾ പാസീവ് വോയിസ് ആകുമ്പോൾ ആദ്യം സബ്ജക്റ്റ് ആയിട്ട് വരും. അതായത് ഇതേ ഇപ്പം നോക്കിയേ, ദ എലിഫൻറ്റ് പുൾഡ് ദ റോഡ് എൻജിൻ. ഇവിടെ പ്രവൃത്തി ചെയ്തത് എലിഫൻ്റാണ്, അപ്പോൾ എലിഫൻ്റാണ് സബ്ജക്റ്റ്. ചെയ്ത പ്രവൃത്തി പുൾഡ്, വേർബാണ് പുൾഡ്. ദ റോഡ് എൻജിൻ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. എന്തിനോടാണ് റിസൾട്ട് ചെയ്ത്, എന്തിനാണ് കിട്ടിയത്? റോഡ് എൻജിനാണ് കിട്ടിയിരിക്കുന്നത്, സോ അതാണ് ഒബ്ജക്റ്റ്. ഇത് ആക്റ്റീവ് വോയിസ്. ഇനി പാസീവ് വോയിസ് ആക്കുമ്പോൾ ശ്രദ്ധിച്ച്, ദ റോഡ് എൻജിൻ എന്ന് പറയുന്ന ആക്റ്റീവ് വോയിസിൽ ഒബ്ജക്റ്റായിട്ട് കിടന്ന ആ വാക്ക് പാസീവ് വോയിസിൻ്റെ സെൻറ്റൻസിൽ അത് സബ്ജക്റ്റായിട്ട് വരും, ആദ്യം വരും. കണ്ടോ? അതിൻ്റെ കൂടെ തന്നെ വാസ് എന്ന് പറയുന്ന ഒരു വാക്ക് പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്തു. ആദ്യത്തെ സെൻറ്റൻസിൽ അതില്ല, വാസ് എന്നുള്ള വാക്കില്ല. നമ്മൾ ഈ സെൻറ്റൻസ് എഴുതിയപ്പോൾ അത് പുതിയതായിട്ട് ആഡ് ചെയ്തു. പുൾഡ് എന്ന് പറയുന്ന വേർബ് അത് മുകളിലുണ്ട്, അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ബൈ എന്നുള്ള വാക്ക് പുതിയതിപ്പോൾ ആഡ് ചെയ്തേക്കുന്നതാണ്. എലിഫൻ്റ് എന്നുള്ളത് മുകളിൽ സബ്ജക്റ്റായിട്ട് കിടന്നു, ഇവിടെ അത് ഒബ്ജക്റ്റായിട്ട് വരും. ഇങ്ങനെ സെൻറ്റൻസിൽ മാറ്റം വരുത്തി എഴുതുന്നതാണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. ഇവിടെ എന്താണ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഡു ദേ കൺവേ ദ സെയിം ഐഡിയ? ഇവിടെ 2 സെൻറ്റൻസസ് പറഞ്ഞു അല്ലേ, വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. ഈ രണ്ടുപേരും സെയിം ഐഡിയ ആണോ പറഞ്ഞു തരുന്നതെന്നാണ് ചോദിച്ചാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? യെസ്, ബോത്ത് സെൻറ്റൻസസ് കൺവേ ദ സെയിം ബേസിക് ഐഡിയ. 2 സെൻറ്റൻസസും പറയുന്നത് സെയിം ബേസിക് ഒരു കാര്യമാണ്. എന്താ? ദാറ്റ് ആൻ എലിഫന്റ് പുൾഡ് എ റോഡ് എൻജിൻ. ഒരു എലിഫന്റ് റോഡ് എൻജിൻ വലിച്ചു. ഈ ഒരു കാര്യം പറഞ്ഞാണ്. അടുത്ത ചോദ്യം എന്താണ്? How is sentence 1 different from sentence 2? First sentence second sentence തമ്മിലുള്ള വ്യത്യാസം. Sentence 1 is in the active voice. Sentence 1 എന്താണ്? ആക്റ്റീവ് വോയിസിലാണ്. ഇവിടെ എന്താ ആക്റ്റീവ് വോയിസ്? The subject. ഇവിടെ സബ്ജക്റ്റ് എന്താ? The elephant അല്ലേ? Performs the action. അതാണ് ആക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് എന്താ ആക്ഷൻ? പുൾഡ് ദ റോഡ് എൻജിൻ. റോഡ് എൻജിൻ പുൾ ചെയ്തു എന്നുള്ള ആക്ഷൻ ചെയ്യുന്നത് സബ്ജക്റ്റ് ആണ്. ആക്റ്റീവ് വോയിസിൽ എലിഫന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് പ്രവൃത്തി ചെയ്തത്. സെൻറ്റൻസ് 2 എന്ന് പറയുമ്പോൾ ദ റോഡ് എൻജിൻ വാസ് പുൾഡ് ബൈ എലിഫന്റ്. ഈ സെൻറ്റൻസ് 2 എന്ന് പറയുമ്പോൾ അത് പാസീവ് വോയിസ് ആണ്. കാരണം ദ ഫോക്കസ് ഷിഫ്റ്റ്സ് ടു ഒബ്ജക്റ്റ് റോഡ് എൻജിൻ. ഇവിടെ റോഡ് എൻജിൻ ആണ് ഇമ്പോർട്ടൻസ് വന്നത് അല്ലേ?
വിച്ച് ബിക്കംസ് സബ്ജക്റ്റ് ഓഫ് സെന്റൻസ്. സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയി മാറിയത്. ആൻഡ് ദ ആക്ഷൻ വാസ് പുൾഡ് ഇസ് പെർഫോംഡ് ഓൺ ഇറ്റ് ബൈ എലിഫന്റ്. പക്ഷെ എന്താ പറയുക, ആക്ഷൻ എന്താണ്, ആ ഒരു റോഡ് എഞ്ചിനുമേ ആക്ഷൻ ചെയ്തത് എലിഫന്റ് തന്നെ. അത് സെയിം ആണ്. പക്ഷെ സബ്ജക്റ്റ് ആയിരുന്നത് ഒബ്ജക്റ്റ് ആവും, ഒബ്ജക്റ്റ് ആയിരുന്നത് സബ്ജക്റ്റ് ആവും. അങ്ങനെ ഒരു ചേഞ്ച് വന്നു. പ്രവൃത്തി സെയിം തന്നെയാണ്, ആര് ചെയ്തു എന്നുള്ളതും സെയിം തന്നെ. പക്ഷെ ആ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുന്നത് മാറ്റണം. ഇവിടെ നോക്കിയേ, in the first sentence the subject elephant is the performer or doer of the action. In the second sentence the focus shifts to the object, the road engine, which now becomes the subject of sentence. ഇപ്പോൾ രണ്ടാമത്തെ പാസീവ് വോയിസിൽ, ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റ് ആയിരുന്ന ആള് പാസീവ് വോയിസ് ആകുമ്പോൾ എന്താ പറയുക, ഒബ്ജക്റ്റായി മാറും. ഓക്കെ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വൺ. In the first sentence, the subject performs the action. In the second sentence, the action is performed by someone. Okay? First sentence, subject ആയിരിക്കും action ചെയ്യുക. Second sentence, action ചെയ്യുന്നത് someone, performed by someone എന്നുള്ള രീതിയിലേക്ക് വരും. അതായത് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ സംഭവം തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ ടെക്സ്റ്റിൽ എഴുതിക്കുന്നത് റീഡ് ചെയ്തിരുന്നു എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ എഴുതേണ്ടത്, now look at the following sentences and observe the differences between the two. Write them down in space provided. Joseph helped the narrator. The narrator was helped by Joseph. ഇവിടെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാണ്. ഇവിടെ എന്താണ് ഡിഫറൻസ്? When the subject performs the action, sentence is in active voice. സബ്ജക്റ്റ് ആണ് ആക്ഷൻ ചെയ്യുന്നതെങ്കിൽ അവിടെ ആക്റ്റീവ് വോയിസ് ആണ്. ഇൻ പാസീവ് വോയിസ് ഒബ്ജക്റ്റ് ഇസ് ഗിവൻ ഇമ്പോർട്ടൻസ്. പാസീവ് വോയിസിലെ ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് വരിക. The object of the sentence in the active voice becomes subject of the sentence in passive voice. ഒബ്ജക്റ്റ് ആക്റ്റീവ് വോയിസിലുള്ള ഒബ്ജക്റ്റ് പാസീവ് വോയിസിലെ സബ്ജക്റ്റായി മാറും. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, നേരത്തെ പറഞ്ഞിരിക്കുന്ന സംഭവമാണിത്. ഇവിടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു സെന്റൻസസ് ഇസ് ദ വോയിസ് യൂസ്ഡ്. ആക്റ്റീവ് വോയിസ് ഇൻ ഫസ്റ്റ് സെന്റൻസ് ആൻഡ് പാസീവ് വോയിസ് ഇൻ സെക്കൻഡ് സെന്റൻസ്. ആക്റ്റീവ് വോയിസിൽ എന്താ, ജോസഫ് ഹെൽപ്ഡ് ദ നറേറ്റർ. അവിടെ സബ്ജക്ട് ജോസഫ് ആണ് ആക്ഷൻ ചെയ്യുന്നത്. പാസീവ് വോയിസിൽ നറേറ്റർ വാസ് ഹെൽപ്ഡ് ബൈ ജോസഫ്. ഇവിടെ ഒബ്ജക്റ്റ്, ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് സബ്ജക്റ്റായി മാറി. ഇമ്പോർട്ടൻസ് ഇവിടെ ഒബ്ജക്റ്റിനാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒബ്ജക്റ്റ് സബ്ജക്റ്റായി മാറിയത്. ഇനിയാണ് കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇത് എളുപ്പമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഫോർമുലാസും ഞാൻ എഴുതിയിട്ടുണ്ട്. ഫോർമുല കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം. Identify whether the following sentences are in the active or passive voice and rewrite them changing the voice. ഇവിടെ സെന്റൻസിനെ ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ പാസീവ് വോയിസിലേക്ക് ആക്കണം, പാസീവ് വോയിസ് ആണെങ്കിൽ ആക്റ്റീവിലേക്ക് ആക്കണം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജോസഫ് മെറ്റ് ദ മുനിസിപ്പൽ ചെയർമാൻ. ഇത് ഏത് ടെൻസിലാന്ന് പറഞ്ഞുതരാം. ഇവിടെ ജോസഫ് എന്ന് പറയുന്ന ആളാണ് സബ്ജക്റ്റ്. മെറ്റ് എന്ന് പറയുന്നത് മീറ്റ് എന്ന വാക്കിന്റെ V2 ആണ്. ഓക്കെ, നിങ്ങളിത് പഠിക്കുമ്പോൾ V1 V2 ഒക്കെ എന്താണെന്നൊരു ഐഡിയ കിട്ടും. അതായത് മീറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക്, അതിനെ 5 രീതിയിൽ എഴുതാം. ഓക്കെ, സോ ഇവിടെ V2 ആണ്, മീറ്റ് എന്ന വാക്കിന്റെ V2 ആണ് മെറ്റ്. ഇനി അതിനുശേഷം ദി മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഇതിനെ ചേഞ്ച് ചെയ്ത് പാസീവിലേക്ക് ആക്കണം. അപ്പം നമ്മൾക്കറിയാം പാസീവ് ആക്കുമ്പോൾ ഒബ്ജക്റ്റ് എന്താവും, സബ്ജക്റ്റ് ആവുന്നു. ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ളത് സബ്ജക്റ്റ് ആവും അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതണ്ടേ? ഇതിനും ഫോമാറ്റ് ഉണ്ട്. ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ്, ഓക്കെ, പാസ്റ്റ് ടെൻസിലായതിനെ ഇങ്ങനെയാക്കണം. ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്ട്. ഈ ഫോമാറ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്. സിമ്പിൾ പാസ്റ്റിൽ എഴുതിയിരിക്കുന്നതിന് എങ്ങനെയാണ്, പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഈ ഒരു ഫോർമാറ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം ഒബ്ജക്റ്റ് എന്താ, മുനിസിപ്പൽ ചെയർമാൻ. അത് കഴിഞ്ഞിട്ട് മുനിസിപ്പൽ ചെയർമാൻ എന്ന് പറയുന്നത് ഒരാളേ ഉള്ളൂ അല്ലേ. അപ്പം എന്താണ്, വാസ് എന്നുള്ള വാക്കെടുത്ത് എഴുതി. പ്ലസ് V3, മീറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ V3 എന്താണ്, മെറ്റ് തന്നെയാണ്.
അതായത് മീറ്റ് എന്ന് പറയുമ്പോൾ V1 മീറ്റ്, V2 മെറ്റ്, V3 മെറ്റ് തന്നെ, V4 മീറ്റിംഗ്, V5 മീറ്റ്സ്. കണ്ടോ? അപ്പം ആദ്യം നമ്മുടെ ക്വസ്റ്റ്യനിൽ ആക്റ്റീവ് വോയിസിലാക്കിയേക്കുന്ന ആ ഒരു ചോദ്യത്തിൽ എന്താ പറയുക, മീറ്റിൻ്റെ V2 തന്നുണ്ട്. നമ്മളിനി ചെയ്യേണ്ടത് V3 എഴുതണം. അതായത് വാസിൻ്റെ കൂടെ V3 എന്ന് പറയുമ്പോൾ മെറ്റാണ്, മെറ്റ് എഴുതി. പിന്നെന്താണ്, ബൈ എന്നുള്ള വാക്യം എഴുതി, പ്ലസ് സബ്ജക്റ്റ് ആരാണ്, ജോസഫ് എന്നുള്ളതാണ്. കണ്ടോ? ജോസഫ് നമുക്കിടെ എഴുതി. മനസ്സിലായോ? ഒന്നും ചെയ്യണ്ട, ആ ഫോർമുല തന്നെ അങ്ങോട്ട് എഴുതിയാൽ മതി. ഇപ്പോൾ V1 V2 V3 ഏതാണ് ഒരു വാക്കിൻ്റെ എന്ന് അറിയണം, അത്രേ ഉള്ളൂ. ബാക്കി ആ ഫോർമാറ്റ് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ദ റിക്വസ്റ്റ് വാസ് നോട്ട് അക്സെപ്റ്റഡ് ബൈ ദി ചെയർമാൻ. അപ്പോൾ ഇവിടെ ബൈ എന്നൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇവിടെ പ്രവൃത്തി ചെയ്ത ആള് ആയിട്ട് കൊടുത്തേക്കുന്നത്, സബ്ജക്റ്റ് ആയിട്ട് കാണുന്നത് റിക്വസ്റ്റ് എന്നുള്ളതാണ് അല്ലേ? ഇവിടെ ആരാണ് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാത്തത്? അവിടെ ഡൂവർ ആരാണ്? ചെയർമാൻ എന്നുള്ളതാണ്. പക്ഷെ അത് ലാസ്റ്റാണ് ആ വാക്ക് വന്നേക്കുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സെൻറ്റൻസ് പാസീവ് വോയിസിലാണെന്നാണ്. ഇതിനെ ആക്റ്റീവിലേക്ക് മാറ്റണം. അപ്പോൾ എങ്ങനെ വരും? പാസീവ് വോയിസിനെ ആക്റ്റീവിലേക്ക് മാറ്റാനുള്ള ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്താണ്, സബ്ജക്റ്റ് എന്ന് കിടക്കുന്നത് ചെയർമാൻ എന്നുള്ളത് ആദ്യം എടുത്ത് എഴുതാം, ദ ചെയർമാൻ. പിന്നെ നോക്കിയേ, വാസ് നോട്ട് അക്സെപ്റ്റഡ് എന്നാണ് കിടക്കുന്നത്. അവിടെ ഏതാണ്? വാസ് നോട്ട് പ്ലസ് V3 ആണ്. അതെന്താ, V2 മതി നമുക്ക്. അപ്പം എന്താണ്, ഡിഡ് നോട്ട് അക്സെപ്റ്റ് എന്നുള്ളതായിട്ട് എഴുതണം. V2 അല്ല കേട്ടോ, V2 മതി എന്നല്ല. എന്താ പറയുക, ഇവിടെ നെഗറ്റീവ് ഫോമിലേക്ക് വാസ് നോട്ട് അക്സെപ്റ്റഡ് എന്നുള്ള വാക്ക് ആ നെഗറ്റീവ് ഫോം തന്നെ റീറ്റെയിൻ ചെയ്ത് എഴുതണമെങ്കിൽ എന്താണ്, ഡിഡ് നോട്ട് അക്സെപ്റ്റ് എന്നുള്ളതാ പറ്റുള്ളൂ. അവിടെ ഇത്രയേ ഉള്ളൂ. ഡിഡ് എന്നുള്ളത് ആണ് ഇമ്പോർട്ടൻറ്റ്. ഡിഡ് എന്നുള്ളത് നെഗറ്റീവിലാക്കുമ്പോൾ ഡിഡ് നോട്ട് പ്ലസ് അക്സെപ്റ്റ്. ഡിഡ് നോട്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ, ഡിഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ V2 ആയിട്ട് അക്സെപ്റ്റഡ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഡിഡ് എന്നുള്ള വാക്ക് ഓൾറെഡി V2 ആണ്. പിന്നെ എഴുതേണ്ടത് അക്സെപ്റ്റ് എന്നുള്ള V1 മാത്രം മതി. ഡിഡ് നോട്ടിന് ശേഷം ഒരിക്കലും, അല്ലെങ്കിൽ ഡിഡിന് ശേഷം ഒരിക്കലും പിന്നെയും പാസ്റ്റ് ടെൻസ് ആയിട്ട് എഴുതരുത്. ജസ്റ്റ് V1 മാത്രം, ബേസ് മാത്രം എഴുതാവൂ. അതാണ് ഡിഡ് നോട്ട് അക്സെപ്റ്റ്. പിന്നെന്താ, അവിടെ ഒബ്ജക്റ്റ് എന്താ, അത് ദ റിക്വസ്റ്റ്, അതെടുത്ത് എഴുതാം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് പാസീവ് വോയിസിൽ സിമ്പിൾ പാസ്റ്റ് തന്നിരിക്കുന്നതിനെ ആക്റ്റീവ് വോയിസിലാക്കാനായിട്ട് വാസ് നോട്ട് അക്സെപ്റ്റഡ് എന്ന് കിടക്കുന്നത് V3 ആണ് അക്സെപ്റ്റഡ് എന്നുള്ളത്. അത് എന്താക്കിയാൽ മതി, ഡിഡ് നോട്ട് എന്ന് എഴുതിയിട്ട് അക്സെപ്റ്റ് എന്നാക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ മുനിസിപ്പാലിറ്റി പ്രസ്ഡ് ദം ടു ക്ലിയർ ഔട്ട്. ഇതെന്താണ്, ആക്റ്റീവ് വോയിസ് ആണ് അല്ലേ? മുനിസിപ്പാലിറ്റി എന്നുള്ളത് സബ്ജക്റ്റ്, പ്രസ്ഡ് എന്നുള്ളത് V2, ഒബ്ജക്റ്റ് എന്താണ്, ദം. പിന്നെ ടു ക്ലിയർ ഔട്ട്, അവിടെ എന്ത് വേണമെങ്കിലും സെൻറ്റൻസിൻ്റെ ബാക്കി വരാം. അതാണ് ആ ഒരു ഇൻഫിനിറ്റീവ് ഫ്രേസ് ഇഫ് എനി എന്നുള്ളത് കൊടുത്തേക്കുന്നത്. പാസീവ് വോയിസ് എങ്ങനെയാണ്, എങ്ങനെ വരും? ദ മുനിസിപ്പാലിറ്റി പ്രസ്ഡ് ദം എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ ദം എന്നുള്ളത് ദേ ആക്കി മാറ്റണം, ഒബ്ജക്റ്റ് ആക്കി മാറ്റാണ്, ദേ എന്നാക്കണം. ദേയുടെ കൂടെ എന്താ, ദേ പ്ലൂറലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരിക്കലും വാസ് പറ്റില്ല, വേർ, ദേ വേർ. പിന്നെ V3, അതായത് പ്രസ്ഡ് എന്ന് പറയുന്ന V2നെ V3 ആക്കുമ്പോഴും പ്രസ്ഡ് തന്നെയാണ്. പ്രസ്ഡ് ബൈ സബ്ജക്റ്റ് എന്താ, ദ മുനിസിപ്പാലിറ്റി ടു ക്ലിയർ ഔട്ട്. അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ഇനി നാലാമത്തെ, ജോസഫ് സോ ദ പ്രീസ്റ്റ് ഓഫ് ദ ലോക്കൽ ടെമ്പിൾ. ഇത് ആക്റ്റീവ് വോയിസ് തന്നെയാണ്. സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ഉള്ളൂ. പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ എന്താണ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ദ പ്രീസ്റ്റ് ഓഫ് ദ ലോക്കൽ ടെമ്പിൾ എന്നുള്ളതാണ്. ദ പ്രീസ്റ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അതാദ്യം വന്നം. എന്താണ്, ദ പ്രീസ്റ്റ് ഓഫ് ദ ലോക്കൽ ടെമ്പിൾ, ഓക്കെ, വാസ്. V3 എന്താണ്, സി എന്നുള്ള വാക്കിൻ്റെ V3 എന്താണ്, സീൻ ബൈ ജോസഫ് എന്നുള്ളത് എന്തായി, സബ്ജക്റ്റ്. അതായത് മുകളിലത്തെ സബ്ജക്റ്റ് ഇവിടെ ഒബ്ജക്റ്റിൻ്റെ സ്ഥലത്തേക്ക് എഴുതാം. The next one, fifth one, he was offered the services of the temple elephant by the priest. പാസീവ് വോയിസിലാണ്, കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അല്ലേ, ബൈ ദ എന്നൊക്കെ കൊടുക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഇതിനെന്ത് എഴുതണം, ആക്റ്റീവ് ഫോമിലേക്ക് ആക്കണം. അപ്പോൾ എങ്ങനെ വരും, ദ പ്രീസ്റ്റ് എന്നുള്ളത് ആദ്യം എഴുതണം. ദ പ്രീസ്റ്റ് ആവും സബ്ജക്റ്റ്, ഓഫേർഡ് ഹിം,
ദ പ്രീസ്റ്റ് എന്നുള്ളത് സബ്ജക്റ്റ്, ഓഫേർഡ് എന്നുള്ളത് V2. പിന്നെന്താണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് ഹിം. ഹി വാസ് എന്നുള്ളത് എന്താക്കണം, ഹിം എന്നാക്കണം. ഹി വാസ്, ഹിം. കാരണം ഇടയ്ക്ക് ഹി വരുമോ, ഒരു സെൻറ്റൻസിൻ്റെ മിഡിലിൽ ഹി വരുമോ, ദ പ്രീസ്റ്റ് ഓഫേർഡ് ഹി എന്ന് വരില്ല, ഹിം എന്നേ വരുള്ളൂ. ഹിം എന്താ, ബാക്കി എന്താണ്, ദ സർവീസസ് ഓഫ് ടെമ്പിൾ എലിഫൻറ്റ്. അത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഓക്കെ, സോ ഇത്രയും കൺഫ്യൂസിങ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കില്ലായിരിക്കാം, പക്ഷേ ഈ ഒരു ഫോർമുല പഠിച്ചു വയ്ക്കാം. ഓക്കെ, V1 V2 V3 ഒക്കെ ഒരു ഐഡിയ കിട്ടണം. ഓക്കെ, അങ്ങനെയാണിത് എഴുതാം. ഇനി നമുക്ക് കുറച്ച് നോക്കാം. നൗ ചൂസ് 2 സെൻറ്റൻസസ് ഈച്ച് ഇൻ ദ ആക്റ്റീവ് ആൻഡ് ദ പാസീവ് വോയിസ് ഫ്രം സ്റ്റോറി. സ്റ്റോറിയിൽ നിന്ന് ആക്റ്റീവ് വോയിസിലുള്ള 2 സെൻറ്റൻസസും പാസീവ് വോയിസിലുള്ള 2 സെൻറ്റൻസസും എടുക്കുക, അത് റീറൈറ്റ് ചെയ്യുക, വോയിസ് ചേഞ്ച് ചെയ്ത് എഴുതാനാണ് പറയണത്. ഓക്കെ, ഇവിടെ ആക്റ്റീവ് വോയിസിലുള്ളത് ദ എലിഫൻറ്റ് dragged it one way, the elephant trumpeted loudly. പാസീവ് വോയിസിലുള്ള 2 നോക്കിയേ. Several yards of compound wall had to be rebuilt എന്നാണ് കേട്ടോ, be built അല്ല, rebuilt by me. അല്ല സോറി, had to be built ആണ്, rebuilt എന്നല്ല, സോറി, to be built by me. അടുത്തത് the wages of the 50 men who ran away had to be paid. ഇത് ചേഞ്ച് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, ദ എലിഫൻറ്റ് ഡ്രാഗ്ഡ് ഇറ്റ് വൺ വേ. എങ്ങനെ വന്നു, ഇറ്റ് വാസ് ഡ്രാഗ്ഡ് വൺ വേ ബൈ ദി എലിഫൻറ്റ്. അടുത്തത് ദ എലിഫൻറ്റ് ട്രംപറ്റഡ് ലൗഡ്ലി, or loud trumpeting was done by the elephant. ഇനി പാസീവ് വോയിസിനെ റീറൈറ്റ് ചെയ്തേക്കാണ്. സെവറൽ യാർഡ്സ് ഓഫ് കോമ്പൗണ്ട് വാൾ ഹാഡ് ടു ബി ബിൽറ്റ് ബൈ മീ. ഐ ഹാഡ് ടു ബിൽഡ് സെവറൽ yards of compound wall. The wages of the 50 men who ran away had to be paid. എന്താണ്, I had to pay the wages of the 15 men who ran away. ജസ്റ്റ് കോപ്പി ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് വൺ, read the lines below. I also took into service one Joseph, a dismissed bus driver, who said that although he knew nothing of rollers, he could nevertheless steer one if it was somehow kept in motion. Do these words convey meaning? Why not? ഇവിടെ ഒരു സെൻറ്റൻസ് കുറേ തന്നിട്ടുണ്ട് അല്ലേ, ഇതിൽ വല്ല മനസ്സിലാവുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. വാട്ട് ഡിഫിക്കൽട്ടീസ് ഡു യു നോട്ടീസ് വെൻ സെൻറ്റൻസസ് ആർ റിട്ടൺ വിതൗട്ട് അപ്രോപ്രിയേറ്റ് പങ്ക്ച്വേഷൻ മാർക്സ്? ഈ സെൻറ്റൻസിൻ്റെ പ്രശ്നം എന്താണ്, ഇവിടെ ഒരു പ്രോപ്പർ പങ്ക്ച്വേഷൻ മാർക്സ് ഇല്ല അല്ലേ. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, കുത്ത് കോമ ഒന്നും ഇല്ലെങ്കിൽ വരിക ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ? ലാക്ക് ഓഫ് ക്ലാരിറ്റി ആൻഡ് സെൻസ്, ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെന്താ, കൺഫ്യൂഷൻ അബൌട്ട് വെയർ വൺ തോട്ട് എൻഡ്സ് ആൻഡ് അനദർ ബിഗിൻസ്. എവിടെയാണ് ഒരു ഐഡിയ എൻഡ് ചെയ്യുന്നത്, എവിടെയാണ് ഒരു ഐഡിയ റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതെന്നൊന്നും മനസ്സിലാവില്ല. ഡിഫിക്കൽട്ടി ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സെൻറ്റൻസ്. സെൻറ്റൻസിൻ്റെ പല പാർട്സ് തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കാൻ ഡിഫിക്കൽട്ടാണ്. ആംബിഗ്വിറ്റി ഇൻ മീനിങ്, കൺഫ്യൂഷൻ വരും മീനിങ്ങിൽ. ഓക്കെ, ഇവിടെ എന്താണ് നേരത്തെ പറയുന്ന സെൻറ്റൻസിൻ്റെ പ്രശ്നം, ദ വേർഡ്സ് ടു കൺവേ മീനിങ് ബട്ട് ദേ ആർ എ ബിറ്റ് ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ് അല്ലേ. മനസ്സിലാവും, പക്ഷെ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ബിക്കോസ് ഓഫ് എന്താ, ലാക്ക് ഓഫ് പ്രോപ്പർ പങ്ക്ച്വേഷൻ, ക്യാപിറ്റലൈസേഷൻ. ഇവിടെ സെൻറ്റൻസിൽ ഉദ്ദേശിക്കുന്ന ഒരു ഡിസ്മിസ്ഡ് ബസ് ഡ്രൈവർ, അതായത് ജോസഫ് എന്ന പേരുള്ള ഒരു ബസ് ഡ്രൈവർ ക്ലെയിം ഹി കുഡ് സ്റ്റിയർ എ റോഡ് റോളർ ഇഫ് ഇറ്റ് ഈസ് മൂവിങ്. അതായത് ഒരു റോഡ് റോളർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ട്, അതുകൊണ്ട് സ്റ്റിയറിംഗ് കൊടുക്കാൻ പറ്റും. ഈവൻ ദോ ഹി ഡി നോട്ട് നോ മച്ച് അബൌട്ട് റോഡ് റോളേഴ്സ്. റോഡ് റോളേഴ്സിനെ കുറിച്ച് അറിയില്ലെങ്കിലും സ്റ്റിയറിംഗ് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ പങ്ക്ച്വേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു ഡിഫിക്കൽട്ടി മനസ്സിലാവാനായിട്ട്. ബി, എക്സാമിൻ ദ പങ്ക്ച്വേഷൻ മാർക്സ് ലിസ്റ്റഡ് ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ ദർ യൂസസ്. ഇവിടെ കൊടുത്തേക്കുന്ന പങ്ക്ച്വേഷൻ മാർക്സ് ഏതാണെന്ന് കണ്ടുപിടിക്കുക, അതിൻ്റെ യൂസസ് എഴുതണം. ഫസ്റ്റ് വൺ ഫുൾ സ്റ്റോപ്പ് ആണ്. യൂസ് എന്താ, ഇറ്റ് എൻഡ്സ് എ സെൻറ്റൻസ്. എക്സാമ്പിൾ, ഷീ വെന്റ് ടു സ്കൂൾ യെസ്റ്റർഡേ അല്ലേ. രണ്ടാമത്തെ എന്താണ്, കോമ. യൂസ് എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ഐറ്റംസ് ഇൻ എ ലിസ്റ്റ്, ടു സെപ്പറേറ്റ് ക്ലോസസ്, to set of introductory phrases and for other grammatical purposes. Okay, example, I bought a laptop, a mouse pad and a mobile phone. Third one, question mark ആണ്. എന്താണ് question markന്റെ യൂസും എക്സാമ്പിളും? It is used at the end of an interrogative sentence. ഒരു ക്വസ്റ്റ്യൻ്റെ അർത്ഥത്താണ് ഇത് ഉപയോഗിക്കുക. Example, are you coming to the library? Fourth one, exclamation mark. It is used at the end of a sentence to express strong emotion or emphasis.
എക്സാമ്പിൾ വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. ഒരു സ്ട്രോങ് ഇമോഷൻ കാണിക്കാനായിട്ട്, സഡൻ ഫീലിംഗ് എക്സ്പ്രഷൻ കാണിക്കാനായിട്ടാണ് അത് ഉപയോഗിക്കുക. കോളൻ, ഇറ്റ് ഇൻട്രൊഡ്യൂസസ് എ ലിസ്റ്റ്, ആൻ എക്സ്പ്ലനേഷൻ or an example. ഇവിടെ കോളനിൽ ഒരു ലിസ്റ്റ് കാണിക്കാൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ, ഒരു എക്സാമ്പിൾ കാണിക്കാനൊക്കെ ഉപയോഗിക്കും. ഷീ ബ്രോട്ട് 3 things, എ പെൻ, എ നോട്ട്ബുക്ക് ആൻഡ് എ കാൽക്കുലേറ്റർ. അവിടെ കോളൻ ഉപയോഗിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ക്വട്ടേഷൻ മാർക്സ്. യൂസ് എന്താണ്? ദേ ആർ യൂസ്ഡ് ടു എൻക്ലോസ് ഡയറക്റ്റ് സ്പീച്ച് ഓർ ക്വട്ടേഷൻസ് ആൻഡ് ടു ഇൻഡിക്കേറ്റ് ടൈറ്റിൽസ് ഓഫ് ഷോർട്ട് വർക്ക്സ്. എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഓൾറെഡി. ദെൻ നെക്സ്റ്റ് വൺ, ഏഴാമത്തെ അപ്പോസ്ട്രോഫി നമ്മൾ തന്നെ എഴുതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ പൊസിഷൻ ഓർ ടു ഇൻഡിക്കേറ്റ് മിസ്സിംഗ് ലെറ്റേഴ്സ് ഇൻ കോൺട്രാക്ഷൻസ് അല്ലേ. ദ ഡോഗ്സ് ബോൺ കണ്ടോ, അവിടെ ഡോഗിൻ്റെ എന്ന് കാണിക്കാൻ ദ ഡോഗ്സ് എന്ന് എഴുതിയേക്കുമ്പോൾ അവിടെ അപ്പോസ്ട്രോഫിയാണ്. കോൺട്രാക്ഷൻ, ദേ ആർ ഗോയിങ് ഹോം, അവിടെ ആർ എന്നുള്ളത് ഫുള്ളായിട്ട് എഴുതിയിട്ടില്ല, എ കട്ട് ചെയ്തു, അതിന് പകരം ഇവിടെ ഒരു അപ്പോസ്ട്രോഫിയാണ് എഴുതിയേക്കുന്നത്. നെക്സ്റ്റ് വൺ, ഒരു ഹൈഫൺ ആണ് നമ്മൾ എഴുതാൻ പോണത്. It is used to join words to form compound words or to separate syllables at end of a line. Compound words, well known author അല്ലേ. ചില വാക്കുകൾ നമ്മൾ ഒരുമിച്ച് എഴുതില്ലേ ഒരു ഹൈഫൺ ഇട്ടിട്ട്. അതായത് ഇപ്പോൾ കോപ്പറേറ്റീവ് എന്നൊക്കെ എഴുതുമ്പോൾ ഒരു ഹൈഫൺ ഉണ്ടാവും, CO കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക ഹൈഫൺ ഇട്ട് എഴുതും. സോ അങ്ങനെയാണ് ഹൈഫണിൻ്റെ ഒരു യൂസ്. വെൽ നോൺ ഓത്തർ. വേറെ നോക്കിയാൽ ടെലിവിഷൻ, അങ്ങനെയൊക്കെ സിലബിൾ മാറ്റി എഴുതും. ടെലി എന്നുള്ളതും വിഷൻ എന്നുള്ളതും രണ്ട് സിലബിളിൽ വരുന്നതാണ്. അത് ഫോണറ്റിക്സ് ആണ്, അത് മൈൻഡ് ചെയ്യേണ്ട, ജസ്റ്റ് അതൊന്ന് കോപ്പി ചെയ്ത് എഴുതിക്കോ. സെമികോളൻ, ഇറ്റ് ഈസ് യൂസ് ടു ജോയിൻ ടു ക്ലോസ്ലി റിലേറ്റഡ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ഓർ ടു സെപ്പറേറ്റ് ഐറ്റംസ് ഇൻ എ കോംപ്ലെക്സ് ലിസ്റ്റ് വെയർ കോമസ് ആർ ഓൾറെഡി യൂസ്ഡ്. അപ്പോൾ സെമികോളൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇവിടെ 2 ക്ലോസ് റിലേഷനുള്ള ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ്. ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ ഐഡിയ ഫുള്ളായിട്ട് കിട്ടും. ഇപ്പം നോക്കിയേ, ദ ട്രെയിൻ പോർഡ് ഡൗൺ, മഴ പെയ്തു. ദ ഗെയിം വാസ് ക്യാൻസൽഡ്, ക്യാൻസൽ ചെയ്തു, ഗെയിം ക്യാൻസൽ ചെയ്തു. അപ്പം ഫുൾ ഐഡിയ കിട്ടുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, അതൊക്കെ സെപ്പറേറ്റ് ആക്കാനും, അല്ലെങ്കിൽ സെപ്പറേറ്റ് അല്ല, 2 സെൻറ്റൻസസും ജോയിൻ ചെയ്യാനും, 2 ക്ലോസസിനെ ജോയിൻ ചെയ്യാനും, ഓർ ടു സെപ്പറേറ്റ് ഐറ്റംസ് ഇൻ എ കോംപ്ലെക്സ് ലിസ്റ്റ് വെയർ കോമസ് ആർ ഓൾറെഡി യൂസ്ഡ്. കോമ ഓൾറെഡി യൂസ് ചെയ്തേക്കുന്ന ഒരു കോംപ്ലെക്സ് ലിസ്റ്റിൽ ഐറ്റം സെപ്പറേറ്റ് ചെയ്യാനും സെമികോളൻ ഉപയോഗിക്കാം. ഫൈൻഡ് ഔട്ട് സം അതർ യൂസസ് ഓഫ് പങ്ക്ച്വേഷൻ മാർക്ക്. വേറെ യൂസസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടാവും. യൂസ് അപ്രോപ്രിയേറ്റ് പങ്ക്ച്വേഷൻ മാർക്സ് ടു റീറൈറ്റ് ദ ലൈൻസ് ഗിവൻ ഇൻ ബിഗിനിങ് ഓഫ് ആക്ടിവിറ്റി 4. ഇനി അത് പങ്ക്ച്വേഷൻ മാർക്ക് ഉപയോഗിച്ച് റീറൈറ്റ് ചെയ്യാനാണ് പറയണത്. ഈ ഒരു സെൻറ്റൻസിന് നമ്മൾ ഇതിൽ നിന്നാണ് തുടങ്ങിയത്. ഈ ഒരു സെൻറ്റൻസിന് പങ്ക്ച്വേഷൻ മാർക്സ് ഉപയോഗിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ വരും നോക്കാം. ഓക്കെ, യെസ്, I also took into service one Joseph. I also എന്നുള്ളതിന് മുമ്പേ കോട്ട്സ് എഴുതാം, കൊട്ടേഷൻ മാർക്ക് ഉണ്ട്. One Joseph, a dismissed bus driver, who said that although he knew nothing of road rollers, he could nevertheless steer one of it was somehow kept in motion. Full stop, double quotes, end. So ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു യൂണിറ്റ് അല്ലെങ്കിൽ അടുത്തൊരു ചാപ്റ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.